ഇങ്ങനെയൊക്കെ ചെയ്താ എൻ്റെ സാറേ പിന്നെ ചുറ്റും നടക്കണമെന്നും കാണാൻ പറ്റൂല. എൻ്റെ പൊന്നു, ഇന്നത്തെ നമ്മുടെ ചെറുവൻ ഹലോ, വെൽക്കം ടു ഷാഹി വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറുവനാണ്. കുറേ ദിവസങ്ങളായിട്ട് ഇപ്പം മീനടിക്കലൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയതാണ്. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു മീനെ കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ ഫിഷിങ് നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഈ കിട്ടിയ മീനിനെ വീട്ടിൽ കൊണ്ടുപോയി ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കാൻ പോവുകയാണ്. മീനിനെ ക്ലീൻ ചെയ്ത് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് ഉപ്പ്, കുരുമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകം, കുറച്ച് ചെറുനാരങ്ങ, ഇതൊക്കെ കൂടി മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്ത് പേസ്റ്റാക്കി അത് നമ്മൾ മീനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു അരമണിക്കൂർ നേരം മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു ഉരുളി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 3 വേപ്പില അതിലിട്ട് കൊടുത്ത് നമ്മുടെ മീനിനെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്, ഒന്ന് ഫ്രൈ ആയി കിട്ടാൻ. അപ്പോൾ 2 ഭാഗവും നല്ലോണം ഫ്രൈ ആയതിനു ശേഷം നമ്മളൊരു പ്ലേറ്റിലേക്ക് അത് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ ചൂടായിരുന്ന വെളിച്ചെണ്ണയിലേക്ക് തന്നെ തേങ്ങാക്കൊത്ത് നീളത്തിലരിഞ്ഞത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. തേങ്ങാക്കൊത്ത് ഒരു പാത്രത്തേക്ക് മാറ്റി വെച്ചു ഫ്രൈ ആയതിനു ശേഷം. അപ്പോൾ നേരത്തെ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, അതിനുശേഷം ചെറിയ ഉള്ളി, സവാള അരിഞ്ഞത് ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. കുറച്ച് തക്കാളി, കുറച്ച് ക്യാപ്സിക്കം, എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്ത്
കുറച്ച് വേപ്പില കൂടി ഇട്ടിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മീൻ മസാല എല്ലാം കൂടി വന്ന് വഴറ്റിയെടുത്ത് കുരുമുളക് പൊടിച്ചത്, കുറച്ച് പച്ച വെളിച്ചെണ്ണ, അവസാനം പുളിവെള്ളം കലക്കിയത് ഒക്കെ കൂടി നല്ലോണം മിക്സ് ചെയ്തെടുത്ത് ഒരു വാഴയിലയിൽ ഈ മിക്സ് ചെയ്തെടുത്ത മസാല കുറച്ച് തേച്ച് പിടിപ്പിച്ചിട്ട് അതിൻ്റെ മേളിൽ ആ ഫ്രൈ ചെയ്ത മീനെടുത്ത് വെച്ചിട്ട് ആ മീനിൻ്റെ മേളിൽ പിന്നെയും അതേ മസാല തന്നെ ഒന്നും കൂടെയും തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഒന്ന് കുറച്ചിട്ടു, പിന്നെ കുറച്ച് കപ്പ പുഴുങ്ങിയത് അതിൻ്റെ മേളിൽ സൈഡിലായിട്ട് ചേർത്തൊക്കെ വെച്ചു. എന്നിട്ട് വാഴയിൽ നല്ലോണം പൊതിയണം. ഒരു വാഴവള്ളി കൊണ്ട് തന്നെ അത് നല്ലോണം കെട്ടി ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ നേരത്തെ ഉരുളിയിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ വാഴയിലയിൽ പൊതിഞ്ഞ് ചേർമീനെ അതിലോട്ട് ഇറക്കി വെക്കണം. നല്ലൊരു പാത്രം വെച്ചിട്ട് അടച്ചു വെച്ച് കൊടുക്കണം. അപ്പോൾ കുറച്ച് നേരത്തേക്ക് നല്ല ആവിയിൽ അത് ചൂടായതിന് ശേഷം നമ്മുടെ പ്ലേറ്റൊക്കെ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് നമ്മൾ മാറ്റുകയാണത്. എന്നിട്ട് നമുക്കത് സെർവ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആവി നല്ല സ്മെല്ലോട് കൂടി വരുന്നുണ്ട്. വാഴയിലയുടെയൊക്കെ ഒരു പ്രത്യേക സ്മെല്ല് വരുന്നുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ആഹാ, അടിപൊളി! ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയ എൻ്റെ സാറേ പിന്നെ ചുറ്റും നടക്കണമൊന്നും കാണാൻ പറ്റൂല. ഇതൊന്ന് കഴിച്ചു നോക്കണമല്ലോ. ഒരു കഷ്ണം കപ്പയും 2 തേങ്ങാക്കൊത്തും ആ ചേറുമീൻ്റെ നല്ലൊരു പീസും കുറച്ച് മസാലയും കൂടി ചേർത്ത് അടിപൊളി. ഇവനെടുത്തിട്ട് അങ്ങോട്ട് വായിലോട്ട് അങ്ങോട്ട് വെച്ചാ പിന്നെ ചുറ്റും നടക്കണമൊന്നും കാണാൻ പറ്റൂല. ചുറ്റും നടക്കണ ഒന്നും കാണാൻ പറ്റൂല. അതെ, ചുറ്റും നടക്കണ ഒന്നും കാണാൻ പറ്റൂല.